സ്ത്രീകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ഈ വെള്ളപ്പോക്ക്, അതായത് ലൂക്കോറിയ എന്ന് പറയുന്നത്, വൈറ്റ് ഡിസ്ചാർജ് വരിക. ഇപ്പോൾ വൈറ്റ് ഡിസ്ചാർജ് കോമൺ ആയിട്ട് കുറേ സ്ത്രീകളിൽ കണ്ടുവരുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അത് എപ്പോഴാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് എന്നുള്ളത് പല ആളുകൾക്കും അറിയില്ല. സാധാരണ നോർമലി പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു 1 വീക്ക് വൈറ്റ് ഡിസ്ചാർജ് വരാം. അത് നോർമൽ കണ്ടീഷനാണ്. അതേപോലെ തന്നെ പീരിയഡ്സ് ആവുമ്പോഴേക്കും ഒരു 5-6 ദിവസം മുന്നേ തന്നെ ചെറിയൊരു വൈറ്റ് ഡിസ്ചാർജ് വരാറുണ്ട്. അത് നോർമലായിട്ട് കാണുന്നതാണ്. എന്നാൽ ഇത് കൂടുതൽ അളവിൽ വരിക, അതായത് പീരിയഡ്സ് അല്ലാത്ത സമയത്തൊക്കെ ഡിസ്ചാർജ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടുക, അത് യെല്ലോയിഷ് മഞ്ഞ കളറിലായിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തോ ഒരു അണുബാധ വന്നു എന്നാണ് അതിനർത്ഥം. അപ്പം അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ വെള്ളപ്പൊക്കമുള്ള സമയത്ത് നല്ല ചൊറിച്ചിൽ വരാം. വൈറ്റ് ഡിസ്ചാർജ് ഉള്ള സമയത്ത് ചൊറിച്ചിൽ ഉണ്ടാവാറുണ്ട്. വജൈനൽ ഏരിയയിൽ ചൊറിച്ചിൽ വരാം. അതുപോലെ തന്നെ അവർക്ക് അടിവയറിൻ്റെ ഭാഗത്തേക്ക് വേദന വരാം. ഇങ്ങനെയുള്ള സിംറ്റംസൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ, ഇങ്ങനെ വെള്ളപ്പോക്ക് അതുപോലെ തന്നെ ലൂക്കോറിയൊക്കെ വരുന്ന കേസുകളിൽ അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് എടുക്കേണ്ടത്. അപ്പോൾ വെള്ളപ്പോക്ക് നമുക്കറിയാം പല കാരണങ്ങൾ കൊണ്ട് വരാം. PID, പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്, അതായത് നമ്മുടെ ഗർഭപാത്രത്തിൻ്റെ ഭാഗത്ത് നീർക്കെട്ട് വരിക. നീർക്കെട്ട് വരുമ്പോൾ ഇതുപോലെയുള്ള സിംറ്റംസ് കാണിക്കാം. അതുപോലത്തെ യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, UTI പോലെയുള്ള മൂത്രാശയ സംബന്ധമായിട്ടുള്ള അണുബാധയൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലെ വെള്ളപ്പോക്കിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. പിന്നെ സെർവിസൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ വൈറ്റ് ഡിസ്ചാർജ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻ വരുന്ന ആളുകൾ, പല ആളുകളും ഈ പുറത്തുനിന്നുള്ള പ്രോഡക്റ്റുകളൊക്കെ വാങ്ങിയിട്ട് അവിടെ വാഷ് ചെയ്യാൻ വൈജൈനൽ വാഷുകളൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പലപ്പോഴും അത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. കാരണം എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ആക്ച്വലി വജൈനൽ വാഷ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത്. ഡോക്ടർക്ക് അതിനെക്കുറിച്ച് എന്താ പറയുക? അതെ, വജൈനൽ വാഷ് നമുക്ക് കൂടുതലും ഈ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടുള്ള വജൈനൽ വാഷ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പല ആളുകളും ഇപ്പോൾ ഓൺലൈനായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കുന്ന വാഷുകളുണ്ട്. അത് നമ്മൾ കൂടുതലായിട്ട് ആ ഭാഗം റബ്ബ് ചെയ്യുമ്പോൾ കൂടുതൽ ഡ്രൈനെസ് ആവുകയും കൂടുതൽ ബുദ്ധിമുട്ട് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് പറയാറുള്ളത് കൂടുതലായിട്ട് നമ്മൾ ചെറിയ ചൂടുവെള്ളം എടുത്ത് അതിൽ കല്ലുപ്പിട്ടിട്ട് ആ ഭാഗം ഒന്ന് ഇടയ്ക്ക് കഴുകി കൊടുക്കുക. കൂടെ ഇപ്പോൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വജൈനൽ വാഷസ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. ഡെയിലി ഒരു 1-2 പ്രാവശ്യമാണ് നമ്മൾ വജൈനൽ വാഷ് യൂസ് ചെയ്യേണ്ടത്. കൂടുതലായിട്ട് നമുക്ക് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പാർട്സുകളാണ് കൂടുതലായിട്ട് അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വജൈനൽ വാഷ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. പിന്നെ വജൈനൽ pH-നനുസരിച്ചിട്ടുള്ള വജൈനൽ വാഷ് സെലക്ട് ചെയ്യാൻ വേണ്ടി, അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് തന്നെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളത് സജസ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റ് പ്രോഡക്ട്സ് നമ്മൾ അറിവില്ലായ്മ കൊണ്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവിടെ വജൈനൽ ഡ്രൈനെസ് വരികയും അത് സെക്ഷൽ ഹെൽത്തിനെ ഡിസ്പെർണിയ പോലെ, അതായത് പെയിൻ ഡ്യൂറിങ് സെക്സ് ഉണ്ടാവാനൊക്കെ കാരണമാണ്. പലപ്പോഴും ഇങ്ങനെ ഈ വെള്ളപ്പോക്ക് വരുമ്പോൾ സ്ത്രീകൾ വിചാരിക്കുന്നത് വൃത്തിയില്ലാത്ത, എൻ്റെ പ്രശ്നം കൊണ്ടാണ്, വൃത്തിയില്ലാത്തതാണ് വിചാരിച്ചിട്ട് കൂടുതൽ സോപ്പ് ഇട്ടിട്ട് കഴുകും, അല്ലെങ്കിൽ ഇതുപോലെ വാഷസ് യൂസ് ചെയ്തിട്ട് കഴുകാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അതിന് ഡോക്ടറെ കാണിച്ചിട്ട് അതിന് കൃത്യമായിട്ടുള്ള മെഡിസിൻ എടുക്കുകയാണ് വേണ്ടത്. അതിൻ്റെ കൂടെ കുറച്ച് നമ്മൾ ജനറൽ മാനേജ്മെൻറ്റ്, ഇതുപോലെ വജൈനൽ വാഷ്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഹൈജീനിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻസസിൻ്റെ ടൈമിലാണെങ്കിലും ശരി, അല്ലാത്തതാണെങ്കിലും ശരി, ആഫ്റ്റർ മെൻസസ് ആണെങ്കിലും ജെനിറ്റൽ ഹെൽത്ത് ഏറ്റവും ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇന്നർ വെയറുകളായിക്കോട്ടെ, അവിടെ ഉപയോഗിക്കുന്ന നാപ്കിൻസ്, മെൻസ്ട്രൽ കപ്പ്, ടാമ്പൺസ്, അതെല്ലാം ഹൈജീനിക്കായിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ PID, അതായത് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസോ അല്ലാന്നുണ്ടെങ്കിൽ സെർവിസൈറ്റിസോ വജൈനൈറ്റിസോ ഒക്കെയുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ജെനിറ്റൽ ഏരിയയിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇന്നർ വെയറുകൾ കഴിവതും കോട്ടനായിട്ട് ഉപയോഗിക്കുക, വെയിലത്തിട്ട് ഉണക്കാൻ ശ്രമിക്കുക. ഉണങ്ങിയ വസ്ത്രം, അതെ അതെ, കൂടുതലും ഉണങ്ങിയത് യൂസ് ചെയ്യുക. കാരണം ഇച്ചിങ് കൂടുതൽ വരിക, നമുക്ക് ഈ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ കൂടുതൽ വരുന്നത് നനവ് ഉള്ള ഏരിയയിലാണ്. അപ്പോൾ ഈർപ്പം നിൽക്കുന്നതിനനുസരിച്ചിട്ട് ഫംഗൽ ഇൻഫെക്ഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ ഇച്ചിങ് വരുമ്പോഴും പല പേഷ്യൻസും നല്ല ബുദ്ധിമുട്ട് പറയാറുണ്ട്. ആ ഒരു ഏരിയയിൽ ഇച്ചിങ് വരിക എന്ന് പറയുമ്പോൾ അത് ഒരുപാട് കാരണങ്ങൾ കൊണ്ട്, ഇതുപോലെ PID കൊണ്ടാവാം, അതല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, കൂടുതലും നനവുള്ളത് യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഈ വൈറ്റ് ഡിസ്ചാർജ് എന്നുള്ളത്, വൈറ്റ് എന്നുള്ളതിന് കളർ ചേഞ്ച് ചെയ്താലും തീർച്ചയായിട്ടും അത് ചികിത്സിച്ച് തന്നെ മാറ്റേണ്ടതാണ്. അതൊരു ബ്രൗൺ കളറോ റെഡ് കളറോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റ് ഗ്രീനിഷോ യെല്ലോയിഷോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ, പിഗ്മെൻറ്റേഷനിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെഡിസിനൽ എയ്ഡ് എടുക്കുക. ഒരിക്കലും സെൽഫായിട്ട് മെഡിസിൻസ് എടുക്കാതിരിക്കുക. അതെ, എപ്പോഴും സ്ത്രീകൾ ഫസ്റ്റ് വരുമ്പോൾ അതൊക്കെ ഒരു നോർമലാണെന്ന് വിചാരിക്കും. പിന്നെ ഒരുപാട് കൂടുതലായി നല്ല ഇച്ചിങ്ങൊക്കെ വന്ന് ബാക്ക് പെയിനും അതുപോലെ അടിവയറിൻ്റെ ഭാഗത്തേക്ക് വേദനയൊക്കെ വന്നിട്ടായിരിക്കും പിന്നെ ഒന്ന് ചികിത്സ എടുക്കുക. അപ്പോഴേക്കും ഇൻഫെക്ഷനൊക്കെ നല്ല കൂടുതലാണ്, അതൊക്കെ കൂടുതലായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ സെർവിസൈറ്റിസ് പോലെയുള്ള കേസുകളിലൊക്കെ നമുക്ക് ബൾക്കി സെർവിക്സൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്, ക്രോണിക് ആയിട്ട് വരുന്ന കണ്ടീഷനിലൊക്കെ. അപ്പോൾ നമുക്ക് പിന്നീട് അത് പാപ്സ്മിയർ ടെസ്റ്റ് പോലെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ ഇച്ചിങ്ങുള്ള കപ്പിൾസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകളിൽ അത് ഹസ്ബൻഡിന്, അതായത്
വൈഫിന് ഇച്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്ഷലി അത് ഹസ്ബൻഡിനെ തീർച്ചയായിട്ടും പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഹൈജീനിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പറഞ്ഞത്. ഇനിയിപ്പോൾ മെൻസസിൻ്റെ ടൈമിൽ മാത്രമല്ല, സെക്ഷൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്ററും അവിടെ ഹൈജീനിക്കായിട്ട് സൂക്ഷിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്.